ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങി നിന്നിരുന്ന തർക്കങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഭീഷണികളിലേക്കും നിയമ നടപടികളിലേക്കും മാറിയിരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്നു. തുർക്കി പ്രസിഡന്റ് റെജെപ് തയ്യിപ് എർദോഗന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ മേഖലയിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന സംശയത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ലിബിയയിലും നാഗോർണോ കാരാബാക്കിലും തുർക്കി നടത്തിയ സൈനിക ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എർദോഗൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആവശ്യമെന്ന് കണ്ടാൽ ഇസ്രയേലിനെതിരെയും സമാനമായ രീതിയിൽ സൈനിക ശക്തി പ്രയോഗിക്കാൻ തങ്ങൾക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സൈനികമായ നീക്കങ്ങൾ ഇനി തള്ളിക്കളയാനാവില്ല എന്ന വ്യക്തമായ സൂചനയാണ് അങ്കാറ നൽകുന്നത്. പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ സ്വീകരിക്കുന്ന നിലപാടുകളും ഗാസയിലെ സൈനിക നീക്കങ്ങളുമാണ് തുർക്കിയെ ചൊടിപ്പിച്ചത്. മുസ്ലിം ലോകത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലുള്ള പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ എർദോഗൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ അതിനെ തുർക്കിയുടെ അനാവശ്യമായ ഇടപെടലായി കാണുന്നു. എർദോഗന്റെ പ്രസംഗങ്ങൾ വെറും വാക്കുകളല്ലെന്നും അത് പ്രായോഗികമായ സൈനിക പദ്ധതികളുടെ ഭാഗമാണെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം സൂചന നൽകുന്നുണ്ട്. തുർക്കിയുടെ ഈ ഭീഷണികളോട് അതീവ രൂക്ഷമായാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. എർദോഗന്റെ നിലപാടുകൾ കാപട്യമാണെന്നും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി അദ്ദേഹം മേഖലയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രയേൽ ആരോപിച്ചു. തുർക്കിയുടെ വികാസവാദി മോഹങ്ങളാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് ഇസ്രയേൽ വിദേശകാര്യ വക്താക്കൾ കുറ്റപ്പെടുത്തി. ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർ തുർക്കിയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന വ്യാപാര സുരക്ഷാ സഹകരണങ്ങൾ ഇതോടെ പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അംബാസഡർമാരെ തിരിച്ചു വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ തർക്കം കേവലം വാക്കുകൾക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രകൃതിവാതക ഖനനവും സമുദ്ര അതിർത്തി തർക്കങ്ങളും ഈ സംഘർഷത്തിന് ആഴം കൂട്ടുന്നുണ്ട്. ലിബിയയിൽ തുർക്കി നടത്തുന്ന സൈനിക സാന്നിധ്യം ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കരാബാക്കിലെ അസർബൈജാന്റെ വിജയത്തിൽ തുർക്കി ഡ്രോണുകൾ വഹിച്ച പങ്ക് ഇസ്രയേലിനെ പോലൊരു സൈനിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവകരമായ കാര്യമാണ്. മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഈ ശത്രുത വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. നാറ്റോയിലെ പ്രധാന ശക്തിയായ തുർക്കി അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെതിരെ തിരിയുന്നത് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകും. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക രംഗത്തെത്തുമ്പോൾ തുർക്കി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. എർദോഗന്റെ പ്രസ്താവനകൾ തുർക്കിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ദേശീയവികാരം ഉണർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങളും ബഹിഷ്കരണ ആഹ്വാനങ്ങളും തുർക്കിയിൽ ശക്തമാണ്. ഇത് ഇസ്രയേലിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായ ബന്ധങ്ങൾ തകരുന്നത് ഇരു രാജ്യങ്ങളുടെയും വിപണികളെ പ്രതിസന്ധിയിലാക്കും. അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ ഇസ്രയേലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും തുർക്കി സജീവമായി നീങ്ങുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ നേതൃത്വത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് തുർക്കിയുടെ ഭീഷണി. ഇത് കേവലം സൈനികമായ ഒന്നല്ല, മറിച്ച് വലിയൊരു നിയമ പോരാട്ടം കൂടിയാണെന്ന് എർദോഗൻ കരുതുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം പുതിയൊരു ചേരിതിരിവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ തുർക്കി ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് ഇസ്രയേൽ. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ ഏജൻസികൾ തുർക്കിയുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. തുർക്കിയുടെ സൈനിക ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും നേരിടാൻ ഇസ്രയേൽ പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ഒരു ചെറിയ പ്രകോപനം പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകരാൻ ഈ സംഘർഷം കാരണമായേക്കാം. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇപ്പോൾ വിദൂരമാണ്. എർദോഗന്റെ തീപ്പൊരി പ്രസംഗങ്ങളും ഇസ്രയേലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് തുടരുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ബന്ധം എപ്രകാരം മാറുമെന്ന് ആഗോള നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നു.